നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാഹുലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫുട്ബോൾ ലോകകപ്പ് ആവേശങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പോൾ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്നത് 40-കാരനായ ഒരു ഗോൾ കീപ്പറിനെ കുറിച്ചാണ്. കേപ്പ് വെർദെ വേഴ്സസ് സ്പെയിൻ മത്സരം 0-0 സമനിലയിൽ പൂട്ടിയിരിക്കുകയാണ്. ടിക്കി ടാക്ക കളിച്ചുകൊണ്ടിരിക്കുന്ന സ്പെയിനെ. ബോൾ പൊസിഷനൊക്കെ സ്പെയിൻ ഉണ്ടെങ്കിൽ പോലും 4-0 5-0 ജയിക്കുമെന്ന് കരുതിയിരുന്ന മത്സരം ഒരു 40-കാരൻ വുസീനിയ എന്ന ഗോൾ കീപ്പർ തടഞ്ഞു നിർത്തുകയാണ്. അവിടെ ഒരു തരത്തിലും സ്പെയിനിന് ഒരു തരത്തിലും ഗോളുകൾ കണ്ടെത്താൻ സമ്മതിക്കുന്നില്ല. ലാമിൻ യമാലൊക്കെ വന്നിരുന്നു, പക്ഷേ ലാമിൻ യമാലൊക്കെ വന്നിട്ട് ഒരു കാര്യം ഉണ്ടായില്ല. ആ ഒരു അവസ്ഥയിലേക്ക് മാറിയിരുന്നു സ്പെയിൻ. അതായത് ബെൽജിയം ഈജിപ്റ്റ് മത്സരവും സമനിലയിലായി 1-1 പോയി. ലോകകപ്പ് വാർത്തകൾ വിശേഷങ്ങളും ഒക്കെ അറിയണം. അതിനോടൊപ്പം തന്നെ പ്രധാന തലക്കെട്ട്. 2027 സെൻസസ് നടപടികൾക്ക് തുടങ്ങുന്നു. സെൽഫ് എന്യൂമറേഷൻ ഇന്നു മുതൽ. കുടുംബ വിവരങ്ങൾ സ്വയം സെൻസസ് പോർട്ടലിൽ രേഖപ്പെടുത്തണം. വീട്ടിലെത്തിയുള്ള കണക്കെടുപ്പ് ജൂലൈ 1 മുതൽ 30 വരെ. മാസപ്പടി കേസിൽ ഇന്നും ഇഡിയുടെ ചോദ്യം ചെയ്യൽ തുടരും. CMR ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഇന്ന് ഹാജരായേക്കും. പിണറായി വിജയന്റെ മകൾ വീണ ടി ഹാജരാകേണ്ടത് നാളെ. സംസ്ഥാനം പകർച്ചവ്യാധി ഭീതിയിൽ. ഷിഗല്ല ബാധിതർ കൂടുന്നു. 5 ഷിഗല്ല മരണങ്ങൾ സ്ഥിരീകരിച്ചതോടെ കനത്ത ജാഗ്രതയിൽ ആരോഗ്യവകുപ്പ്. നിപ ബാധിതന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു. കോഴിക്കോട് അതിഥി തൊഴിലാളികൾക്ക് മലേറിയ സ്ഥിരീകരിച്ചു. പാലായിലെ ഭരണ പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം. നഗരസഭാ ഉപാധ്യക്ഷ പദത്തിലെ ടേം വ്യവസ്ഥയിൽ മാറ്റം വരുത്തി സമവായം. പദവി അവസാന 2.5 വർഷം സ്വതന്ത്ര മുന്നണിക്ക് നൽകും. 1 വർഷം ജോസഫ് ഗ്രൂപ്പിന്, 1 വർഷം വിമതയ്ക്ക്. UDF ഉന്നതതല സമിതി ഭരണം നിരീക്ഷിക്കാനും തീരുമാനം. കേരളത്തിന്റെ ടെക് ഹബ്ബ് കഴക്കൂട്ടത്ത് അപകടക്കെണിയൊരുക്കി അനധികൃത പാർക്കിംഗ്. ഗതാഗതക്കുരുക്കും പതിവ്. കാരണമാകുന്നത് അലക്ഷ്യമായുള്ള പാർക്കിംഗ്. 1-ാം പ്രതി വണ്ടി വഴിയിലിടുന്ന നാട്ടുകാർ. ആവശ്യത്തിന് റോഡ് സൗകര്യം ഉണ്ടായിട്ടും ഗതാഗത നിയന്ത്രണത്തിന് തയ്യാറാകാത്ത പോലീസിന്റെ ഭാഗത്തും വീഴ്ച. കബനി കടക്കാൻ വയനാടിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. ബൈരക്കുപ്പ പാലം യാഥാർത്ഥ്യമാകുമെന്ന് കർണാടകയുടെ ഉറപ്പ്. വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമാകുന്നത്. PK ബഷീർ DK ശിവകുമാർ കൂടിക്കാഴ്ചയിൽ. അപ്രോച്ച് റോഡ് പണികൾ കർണാടക ഉടൻ തീർക്കും. വർഷങ്ങൾക്ക് മുമ്പേ പണികൾ പൂർത്തിയാക്കി കേരളം. തിരുവനന്തപുരത്ത് ഇന്നു മുതൽ വെള്ളം മുടങ്ങും. തടസ്സപ്പെടുക. പേരൂർക്കട ഒബ്സർവേറ്ററി ഐരാണിമുട്ടം ടാങ്കുകളിൽ നിന്നുള്ള ജലവിതരണം. നിയന്ത്രണം അരുവിക്കര ജലശുദ്ധീകരണ ശാലയിലെ KSCBയുടെ അറ്റകുറ്റപ്പണികൾ മൂലം. വെള്ളം കരുതി വെക്കണമെന്ന് ജല അതോറിറ്റി മുന്നറിയിപ്പ്. കാസർഗോഡ് 19 വയസ്സുകാരിയെ ലോഡ്ജ് മുറിയിൽ കെട്ടിയിട്ട് പീഡിപ്പിച്ചു. കൊടും ക്രൂരത. KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ ലോഡ്ജിൽ. കാസർഗോഡ് സ്വദേശി വിഷ്ണുപ്രസാദ് പിടിയിൽ. പീഡനം സുഹൃത്തായ പെൺകുട്ടിയുടെ പ്രശ്നം തീർക്കാനെന്ന പേരിൽ വിളിച്ചു വരുത്തിയ ശേഷം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച നാളെ ഫ്രാൻസിലെ ഇവിയാനിൽ. ഇരുവരും തമ്മിൽ കാണുന്നത് 1.5 വർഷത്തിനു ശേഷം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ചയും. വ്യാപാര കരാർ മുതൽ പശ്ചിമേഷ്യൻ പ്രശ്നങ്ങൾ വരെ ചർച്ചയാകും. കൂടിക്കാഴ്ച നാളെ ഇന്ത്യൻ സമയം വൈകിട്ട് 6:15. യുദ്ധം തീരുമെങ്കിലും ലോകത്തിന്റെ പ്രതിസന്ധി ഉടൻ തീരില്ല. ഹോർമുസ് ഉടൻ പൂർണ്ണമായി തുറക്കില്ല. കടലിലെ മൈനുകൾ നീക്കാൻ 50 ദിവസമെങ്കിലും വേണം. ടോൾ പിരിവിലും വ്യക്തതയില്ല. സമാധാന കരാറിലെ ഉപാധികൾ 48 മണിക്കൂറിനുള്ളിൽ പുറത്തുവിടുമെന്ന് അമേരിക്ക. ഔപചാരിക ഒപ്പുവെക്കൽ വെള്ളിയാഴ്ച ജനീവയിൽ. ലോകകപ്പ് ഫുട്ബോളിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനെ സമനിലയിൽ പിടിച്ചുകെട്ടി കേപ്പ് വെർദെ. ലോകകപ്പിലെ കന്നിക്കാരുടെ പ്രതിരോധം ഭേദിക്കാനാകാതെ യൂറോപ്യൻ ചാമ്പ്യന്മാർ. അമേരിക്കൻ മണ്ണിൽ ഇറാൻ ന്യൂസിലൻഡിനെ നേരിടുന്നു. ബെൽജിയത്തെ ഈജിപ്തും യുറുഗ്വയെ സൗദിയും സമനിലയിൽ തുളച്ചു. വിശദമായി നമ്മൾ വാർത്തകളിലേക്ക് പോകുമ്പോൾ ഫുട്ബോൾ പ്രേമികളും അല്ലാത്തവരും നേരെ പ്രാധാന്യത്തോടെ കാണുന്ന ഒന്നുണ്ട്. ലോകകപ്പ് മത്സരത്തിന് അമേരിക്കയുടെ മണ്ണിൽ ബൂട്ട് കെട്ടി ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിനിറങ്ങുന്ന ഇറാൻ ടീമിനെ
മാസങ്ങളായി ഇറാനും അമേരിക്കയും തമ്മിലുണ്ടായ പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് യുഎസിന്റെ മണ്ണിൽ ഇറാൻ താരങ്ങൾ എത്തുന്നത്. വിനോദ് ഉണ്ട് വിശദാംശങ്ങളുമായി. വിനോദ്, കളിക്കളത്തിന് പുറത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധം, പശ്ചിമേഷ്യൻ യുദ്ധം, അതിപ്പോൾ ഏകദേശം ഒരു ധാരണയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ കളിക്കളത്തിൽ എന്ത് പ്രതീക്ഷിക്കണമെന്നുള്ള ആദ്യത്തെ ചോദ്യം, ഈ മത്സരത്തിന് ഫിക്സ്ചർ വന്നപ്പോൾ മുതൽ അല്ലെങ്കിൽ യുദ്ധമൊക്കെ കഴിഞ്ഞ സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചയായതും ഈ മത്സരമാണ്. ആ മത്സരമാണ് ഉടൻ നടക്കാൻ പോകുന്നത്. ആ സാഹചര്യമുണ്ട്. കൂട്ടത്തിലാണ് ഈ പശ്ചിമേഷ്യൻ യുദ്ധവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെ വിലയിരുത്തണം മത്സരം? ഹരി, 106 ദിവസത്തെ അമേരിക്കൻ ഇറാൻ സംഘർഷം, ആ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇറാന്റെ ടീം ഇന്ന് ബൂട്ട് കെട്ടി അമേരിക്കയുടെ മണ്ണിൽ കളിക്കുന്നത്. ഇപ്പോൾ കളി നടക്കുകയാണ്. ന്യൂസിലൻഡിനെയാണ് അവർ നേരിടുന്നത്. വാശിയേറിയ മത്സരമാണ്. നമ്മൾ ക്രിക്കറ്റിലേക്ക് കണ്ടിട്ടുണ്ട് ചിരവൈരികളെന്നൊക്കെ പറയും. ഇന്ത്യയും പാകിസ്ഥാനും, അല്ലെങ്കിൽ ഓസ്ട്രേലിയയും ന്യൂസിലൻഡും, അല്ലെങ്കിൽ ആഷസിൽ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയ, ഇങ്ങനെയൊക്കെ ഉള്ള പോരാട്ടം കണ്ടിട്ടുണ്ട്. പക്ഷേ അമേരിക്കയും ഇറാനുമായി മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു ചിരവൈരികളല്ല. പക്ഷേ ഇന്നത്തെ മത്സരത്തിന് അങ്ങനെ ഒരു രാഷ്ട്രീയ മാനം കൂടി ചേർന്ന് കിടപ്പുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമുക്കൊപ്പം എൽദോ ചേരുന്നുണ്ട്. എൽദോ, ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ദിവസങ്ങളായി റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് അമേരിക്ക ഇറാൻ യുദ്ധം, അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിക്കുന്നത്. ആ ടീമാണ് ഇന്നിപ്പോൾ US കളിക്കുന്നത്. എങ്ങനെയാണ് ആ മത്സരത്തെ കാണുന്നത്? വിനോദ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ സ്റ്റേഡിയത്തിൽ ആ ഗാനം മുഴങ്ങിയപ്പോൾ, ദേശീയ ഗാനം മുഴങ്ങിയപ്പോൾ ഇറാന്റെ കാണികൾ, ഇറാന്റെ ആരാധകർ, ഒപ്പം ഇറാൻ താരങ്ങൾ നെഞ്ചിൽ കൈചേർത്ത് ആത്മാഭിമാനത്തോടെ നിൽക്കുകയാണ്. അമേരിക്കൻ മണ്ണിൽ യുദ്ധ സാഹചര്യത്തിന് തൽക്കാലത്തേക്ക് വിരാമമായെങ്കിൽ പോലും അതിനുശേഷം ഇതാ ആ മണ്ണിൽ നിന്നുകൊണ്ട് അവർ ഫുട്ബോൾ മത്സരത്തിനായി ഇറങ്ങുന്നു. അമേരിക്കൻ മണ്ണിൽ ഇറാന്റെ ദേശീയഗാനം മുഴങ്ങുകയാണ്. അതായത് ഒരിക്കലും അമേരിക്കൻ ഗർവിന്, അഹങ്കാരത്തിനോ അല്ലെങ്കിൽ അംഗീകരിക്കാൻ കഴിയാത്ത വിധമാണ് ഇറാന്റെ ദേശീയഗാനം ആ വേദിയിൽ മുഴങ്ങിയത്. ലോസ് ഏഞ്ചലസിലാണ്, അവിടെ ഇംഗിൾവുഡിൽ, അവിടെ ലോസ് ഏഞ്ചലസിലെ ആ സ്റ്റേഡിയത്തിൽ ഇറാന്റെ ഗാനം മുഴങ്ങിയപ്പോൾ കുറെ കാണികൾ കൂവി, കുറെ കാണികൾ ബഹളം വെച്ചു. ഇതൊക്കെ ശരി തന്നെ. പക്ഷേ അപ്പോഴും ഇറാന് വേണ്ടി പിന്തുണയുമായി ഒരുപാട് പേർ ആ സ്റ്റേഡിയത്തിലുണ്ട്. ഇതിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം, ന്യൂസിലൻഡ് ലീഡെടുത്തു പെട്ടെന്ന്. പക്ഷേ ഇതാ ഇറാൻ തിരിച്ചടിച്ചു. 1-1 സമനിലയിൽ ആവേശകരമായിട്ട് ആ മത്സരം പുരോഗമിക്കുകയാണ്. ഇന്ന് ഈ മത്സരം, ഒരു മത്സരമെങ്കിലും ഈ ലോകകപ്പിൽ ഇറാന് ഇത്തവണ ജയിക്കാൻ കഴിഞ്ഞാൽ അത് ഇറാന്റെ വിജയം എന്നതിനപ്പുറം ഇറാന്റെ ആത്മാഭിമാനത്തിനും ഇറാന്റെ സഹനത്തിനും ഇറാന്റെ അതിജീവനത്തിന്റെയും ഒക്കെ വലിയ ദിനമായി അടയാളപ്പെടുത്തലായി മാറും ആ ലോസ് ഏഞ്ചലസ് സ്റ്റേഡിയത്തിലെ ആ മത്സരം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇറാൻ അനുകൂലമായും പ്രതികൂലമായിട്ടുമുള്ള പോസ്റ്ററുകൾ, നമുക്കറിയാം ഫുട്ബോൾ വേദികൾ എപ്പോഴും പലപ്പോഴും രാഷ്ട്രീയം ചർച്ചയാകാറുണ്ട്. രാഷ്ട്രീയ ചിഹ്നങ്ങൾ പാടില്ല എന്നൊക്കെ പറയുമെങ്കിൽ പോലും കാണികൾ ഒരുപാട് പേർ, അവിടെ ലെബനനും പാലസ്തീനും ഒക്കെ പോസ്റ്ററായും ടീഷർട്ടിൽ എഴുതിയും ഒക്കെ കാണികളിൽ പലരും എത്തിയിട്ടുണ്ട്. ഇറാനെ സപ്പോർട്ട് ചെയ്ത ആളുകളുണ്ട്, ഇറാനെതിരെയുള്ള പോസ്റ്ററുകളുണ്ട്, അമേരിക്കൻ ഭരണകൂടത്തിനെതിരെയുള്ള പോസ്റ്ററുകളുണ്ട്. അങ്ങനെ ഫിഫ ലോകകപ്പ് വേദികൾ എപ്പോഴും ഇത്തരം രാഷ്ട്രീയമായി പ്രൗഢമായിട്ടുള്ള ഒരു വേദിയാണ്. അതിൽ എല്ലാവിധ ചർച്ചകളും വരും. അതിൽ ഫുട്ബോളുണ്ട്, സ്നേഹമുണ്ട്, അവിടെ ലഹരിയുണ്ട്, ഒപ്പം ഇത്തരം യുദ്ധങ്ങളും യുദ്ധ സാഹചര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യും. അങ്ങനെ ഇറാൻ ഇന്ന് ന്യൂസിലൻഡ് നേരിടുന്നു. ന്യൂസിലൻഡ് അറിയാം ഈ അമേരിക്കൻ നീക്കങ്ങളെ പിന്തുണച്ച രാജ്യങ്ങളിലൊന്നാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി കണക്കാക്കണം. പക്ഷേ ഇത് ഫുട്ബോളാണ്, വേറൊരു മത്സരമാണ്. എങ്കിൽ പോലും അമേരിക്കൻ മണ്ണിലെത്തിയ ഇറാൻ ടീമിന് ആദ്യം മെക്സിക്കോയിലാണ്, അവിടെ ടിഹ്വാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇറാന്റെ ക്യാമ്പ്. അമേരിക്കയിലേക്ക് വരുന്നു, കളി കഴിഞ്ഞ് അപ്പോൾ മടങ്ങിപ്പോയിക്കൊള്ളണം, തിരികെ വിട്ടോളണം എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപിന്റെ തിട്ടൂരം. അപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ആ ഒരു നിർദ്ദേശത്തിന്റെ സാഹചര്യമൊക്കെ മനസ്സിലാക്കി ഫിഫ ക്യാമ്പ് കൊടുത്തിരിക്കുന്നത് മെക്സിക്കോയിലാണ്. മെക്സിക്കോയിലെ ടിഹ്വാനിൽ മെക്സിക്കൻ സ്ഥലത്ത് ഇറാൻ ക്യാമ്പ് ചെയ്യുന്നു. മത്സരത്തിനായി മാത്രം അമേരിക്കയിലെത്തുന്നു, എന്നിട്ട് തിരിച്ചു പോകുന്നു. മെക്സിക്കോയിൽ നിന്ന് യാത്ര തിരിച്ച ഇറാൻ ടീമിന് വലിയ യാത്രയപ്പാണ് മെക്സിക്കോയിലെ ആരാധകർ നൽകിയത്. പക്ഷേ അമേരിക്കയിലെത്തിയപ്പോൾ ഹോട്ടലിന് പുറത്ത് ചില പ്രതിഷേധങ്ങളും ഒച്ചപ്പാടുകളും ബഹളമൊക്കെ ഉണ്ടായി. പക്ഷേ ഇതൊന്നും മത്സരത്തെ ബാധിക്കരുത് എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു. എന്നാലും ഇറാൻ മത്സരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഇപ്പോഴിതാ ആദ്യം ഗോൾ വഴങ്ങിയെങ്കിൽ പോലും ഇപ്പോൾ സമനില പിടിച്ച് മുന്നേറുകയാണ് വിനോദ് ന്യൂസിലൻഡിനെതിരെ. ഇറാന്റെ ഘടന എങ്ങനെയാണ്, ആ ടീമിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്, അത് എന്തോ എങ്ങനെ മനസ്സിലാക്കുന്നു? മാത്രമല്ല അവർ വലിയ സമ്മർദ്ദത്തിൽ നിന്നാണല്ലോ വരുന്നത്, യുദ്ധത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് വരുന്നതും എവിടേക്കാണ്, US വന്നിരിക്കുന്നത്. അപ്പോൾ ആ ടീമിന്റെ പ്രകടനം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഒരു വിലയിരുത്തൽ, നമുക്ക് കളി കഴിയണം. എങ്കിലും ടീമിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്?
ഇറാൻ സംഘം ഏഷ്യൻ ടീമുകളിൽ ഏറ്റവും മികച്ച ടീമുകളിലൊന്നാണ്. മാത്രമല്ല ഇറാനും ന്യൂസിലൻഡും പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ കൂടുതൽ ജയവും ഇറാന് സ്വന്തമാണ്. അതുകൊണ്ട് തന്നെ മത്സരത്തിൽ വളരെ കൃത്യമായുള്ള സാധ്യതയും കൃത്യമായിട്ടുള്ള അവസരങ്ങളും ഇറാൻ ക്രിയേറ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ഇറാൻ ഈ മത്സരം ജയിക്കാനുള്ള സാധ്യത മുൻകൂട്ടി പറയാനാവില്ല എങ്കിൽ പോലും സാധ്യത കൂടുതലാണ് മുൻകാല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത് മനസ്സിലാക്കുമ്പോൾ. അപ്പോൾ ഇറാൻ്റെ പ്രധാനപ്പെട്ട രീതി കൗണ്ടർ അറ്റാക്കുകളിലൂടെ കയറുക എന്നുള്ളതാണ്. അപ്പോൾ ഇറാൻ അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ആദ്യം ഡിഫൻസിൽ ശ്രദ്ധിക്കുമ്പോൾ തന്നെ കിട്ടുന്ന അവസരങ്ങൾ വളരെ പെട്ടെന്ന് വളരെ വേഗത്തിൽ തന്നെ മുന്നിലേക്ക് എത്താൻ അവിടെ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യക്കാരനായിട്ടുള്ള സായ്പ്രീത് സിംഗ്, ഇന്ത്യൻ വംശജനായിട്ടുള്ള സായ്പ്രീത് സിംഗ് ന്യൂസിലാൻഡ് നിരയിൽ കളിക്കുന്നുണ്ട് കേട്ടോ. അതുകൂടി ഒന്ന് ചേർത്ത് വെക്കട്ടെ. എന്തായാലും ന്യൂസിലാൻഡിനെതിരെ ഇറാൻ ഒരു മേധാവിത്വം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇറാനെ സംബന്ധിച്ച് സമീപകാല മത്സരങ്ങളിലും യുദ്ധ സാഹചര്യങ്ങളാണ്, രാഷ്ട്രീയ കോലാഹലങ്ങളുണ്ട്, ലോകത്തിന് മുന്നിൽ പലതരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു ആ പേര്. എങ്കിൽ പോലും അവസാനത്തെ ഒരു 10 മത്സരം നോക്കിക്കഴിഞ്ഞാൽ അതിൽ 4 തോൽവി, ബാക്കി 6 ഇറാൻ ജയിച്ചിട്ടുണ്ട്. അതായത് ഇറാന്റെ സമീപകാല ഫോം അത് നല്ലതാണ്. ഏറെക്കുറെ യുദ്ധത്തിന്റെ പ്രശ്നങ്ങളും ഭീതികളും ഒക്കെ നിലനിൽക്കുമ്പോഴും അവർ അവരുടേതായിട്ടുള്ള ഗെയിം പ്ലാനിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ടീമാണ്. ആ ഗെയിം പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ ഇന്ന് ലോസ് ഏഞ്ചലസിൽ അമേരിക്കൻ മണ്ണിൽ ഡൊണാൾഡ് ട്രംപിന്റെ കൺമുന്നിൽ ഇറാൻ ഇന്ന് വിജയക്കൊടി പാറിക്കും. തീർച്ചയായും എൽദോ, ഞാനൊരു ബ്രസീൽ ആരാധകനാണ്. എനിക്കിഷ്ടമുള്ള ടീം. പക്ഷേ ഇറാനോ ന്യൂസിലാൻഡോ ഈ 2 ടീമിനെയും ഇന്ന് ഞാൻ ഇഷ്ടപ്പെടുകയാണ്. കാരണം യുദ്ധത്തിന് മുകളിൽ ഒരു സമാധാനത്തിൻ്റെ കാൽപ്പന്തുരുളുന്ന ഏറ്റവും മനോഹരമായ ഒരു നിമിഷമാണ് അത്. ഇപ്പോൾ വെടിനിർത്തൽ കരാറിൻ്റെ ചർച്ചകൾ നടക്കുകയാണ്, യുദ്ധം അവസാനിപ്പിക്കുന്ന ചർച്ചകൾ നടക്കുന്നു. എല്ലാ രാജ്യങ്ങളും തമ്മിൽ സ്നേഹിക്കട്ടെ, ഈ രാജ്യത്ത് സമാധാനം പുലരട്ടെ, ജനങ്ങൾ സന്തോഷത്തോടെ ജീവിക്കട്ടെ, അങ്ങനെയാണ് ഈ ഘട്ടത്തിൽ പറയാൻ തോന്നുന്നത്. ഉറപ്പായിട്ടും ഞാനൊരു അർജന്റീന ആരാധകനാണ്. എന്താണ് യുദ്ധവും മറ്റേ ഫുട്ബോൾ ആരാധനയും രണ്ടും രണ്ടാണ്. പക്ഷേ എങ്കിൽ പോലും ഈ ഫിഫ വേദികൾ, ലോകവേദി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫിഫ വേദികൾ എല്ലാ സമയത്തും ഇത്തരം ചർച്ചകൾക്ക് വഴിവെക്കാറുണ്ട്. ഇത്തരം ചർച്ചകൾ, ഗൗരവമുള്ള ചർച്ചകൾക്ക് വേദിയെ മാറാറുണ്ട്, അതിനൊരു പ്ലാറ്റ്ഫോം ഒരുക്കാറുണ്ട്. അത് തന്നെയാണ് ഇറാനെ ഈ ലോകകപ്പിൽ, അതും ഏതോ നിയോഗം പോലെ USA-യിൽ ആ മത്സരം നടക്കുകയാണ്. ഇറാൻ്റെ മത്സരം മെക്സിക്കോയും USA-യും ഒപ്പം കാനഡയും ആതിഥ്യം വഹിക്കുന്ന ലോകകപ്പാണ്. പക്ഷേ ഇറാന് അമേരിക്കൻ മണ്ണിൽ ജയത്തോടുകൂടി തുടങ്ങാൻ കഴിഞ്ഞാൽ അതിലും അപ്പുറത്തേക്കുള്ളൊരു ബൂസ്റ്റ് എന്താണ് എന്നുള്ളതാണ്. അതാണ് സന്തോഷം. നമ്മളെപ്പോലെ 2 പേരും കൂടെ ഉണ്ട് കേട്ടോ. മന്ത്രി വി ശിവൻകുട്ടിയും മണിയാശാനും MM മണിയും, അവർ 2 പേരും ബ്രസീൽ അർജന്റീന ആരാധകരാണ്. പലപ്പോഴും പോരാട്ടം നടക്കാറുണ്ട്. അതിൽ നമ്മൾ തമ്മിൽ മറ്റു പോരാട്ടമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് ഹരി, ഇന്നത്തെ ഏറ്റവും സന്തോഷമുള്ളൊരു കാഴ്ച കൂടിയാണ് ലോകകപ്പിൻ്റെ ഭാഗമായി നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. യെസ്, അതാണ് വളരെ രസകരമായിട്ട് വിനോദും എൽദോയും കൂടെ സംസാരിക്കുമ്പോൾ ഇതിലൊരു ഒരു എന്താ പറയുക, മത്സരത്തെക്കാൾ ഉപരി ഇപ്പോൾ എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാൻ അമേരിക്കൻ മണ്ണിൽ ജയത്തോടെ തുടങ്ങുകയാണെങ്കിൽ, കാരണം മത്സരത്തിൻ്റെ 40-ാമത്തെ മിനിറ്റിൽ എത്തുമ്പോഴേക്കും ഇപ്പോൾ 1-1 സമനിലയിലേക്ക് എത്തുന്നു. 32-ാമത്തെ മിനിറ്റിൽ ഇറാൻ തിരിച്ചടിക്കുന്നു ന്യൂസിലൻഡിനെതിരെ. ആദ്യം തുടക്കത്തിൽ തന്നെ 7-ാമത്തെ മിനിറ്റിൽ ന്യൂസിലൻഡ് ഗോൾ നേടിയെങ്കിൽ പോലും ആ ഒരു മൊമെൻറ്റം പോട്ടെ, വിജയത്തിനേക്കാൾ ഒരു സമനിലയെങ്കിലും നേടാൻ ഇറാന് കഴിഞ്ഞാൽ ഒരുപക്ഷെ അതൊരു വലിയ ചരിത്രമായിട്ട് തന്നെ മാറും എന്നതുകൂടി ഈ അവസരത്തിൽ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് സമാധാന കരാറിലൊക്കെ നീങ്ങുന്ന ഒരു പശ്ചാത്തലത്തിലാണെങ്കിൽ പോലും ട്രംപിൻ്റെ വാദങ്ങളും ട്രംപിൻ്റെ വാക്കുകളും ഒക്കെ ഇറാൻ ജനതയും കേട്ടതാണ്. ആ രീതിയിലുള്ള സാഹചര്യം, പ്രത്യേകിച്ച് എൽദോ സൂചിപ്പിച്ച പോലെ തന്നെ ഇറാൻ്റെ ദേശീയ ഗാനം അവിടെ ആലപിക്കപ്പെടുമ്പോൾ ചിലർ അവിടെ കൂവുന്നൊരു സാഹചര്യം പോലും ഉണ്ടായി. പക്ഷേ ഞാൻ പറയുന്നത് അവരുടെ ആ മണ്ണിൽ ഇറാൻ വിജയിച്ചുകൊണ്ട് തുടങ്ങുകയാണെങ്കിൽ ഇതിൽ പല ഒരു മറുപടി ഇറാന് കൊടുക്കാനില്ല എന്ന് വേണം തന്നെ പറയാൻ. വിനോദും എൽദോയും ചേർന്നാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ മത്സരത്തെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ യുദ്ധത്തിലേക്കും കൂടി നീങ്ങണം. ആ യുദ്ധത്തിലൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റും കൂടെ വരുന്നു. ഈ അമേരിക്ക ഇറാൻ സമാധാന കരാറിൽ ഇസ്രായേൽ ഇടയുന്നു. കരാറിലെ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ഇസ്രായേൽ നിൽക്കുന്നത്. ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റും താൻ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയുമാണെന്നായിരുന്നു കരാർ വന്നതിന് ശേഷം നെതന്യാഹുവിൻ്റെ പ്രതികരണം. ലെബനനിൽ നിന്നടക്കം സേനയെ പിൻവലിക്കില്ലെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഹോർമുസിൽ ടോൾ പിരിക്കാനാണ് ഇറാൻ്റെയും തീരുമാനം. വിനോദ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. വിനോദ്, 2 കാര്യങ്ങളാണ്. ഒന്ന്, ബെഞ്ചമിൻ നെതന്യാഹു ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുകയാണ്. സമാധാന കരാർ ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. അത് ഒരു തിരിച്ചടിയാവാൻ സാധ്യതയുണ്ടോ? ഹരി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിൻ്റെ നിലപാട് തന്നെയാണ്. കാരണം സമാധാന കരാർ യാഥാർത്ഥ്യമാകുന്ന, ഔദ്യോഗികമായി ഒപ്പിടുന്നത് വെള്ളിയാഴ്ചയാണ്. എങ്കിൽ തന്നെയും ഇന്നലെ വെർച്വലായി ഈ കരാർ ഒപ്പിട്ടു. ഇറാൻ്റെ സ്പീക്കർ ഖാലിബാഫും അതോടൊപ്പം തന്നെ JD വാൻസ്, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റാണ്, അദ്ദേഹവും ട്രംപിൻ്റെ ഇടപെടൽ ഉണ്ട്. അങ്ങനെ ആ വെർച്വലായി ഡിജിറ്റലായുള്ള ഒരു കരാർ ആദ്യം തയ്യാറാകുന്നു. എന്നാൽ
ഇതിൻ്റെ അന്തിമ രൂപം വെള്ളിയാഴ്ചയോടുകൂടി യാഥാർത്ഥ്യമാകും. പക്ഷേ ഇറാൻ ഈ കരാർ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് നെതന്യാഹുവിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ലെബനിൽ നിന്നോ സിറിയയിൽ നിന്നോ ഗസയിൽ നിന്നോ സേനയെ പിൻവലിക്കാൻ ഇസ്രായേൽ തയ്യാറാകില്ല എന്ന് നെതന്യാഹു ഉറപ്പിച്ചു പറയുമ്പോൾ അവിടെ സംഘർഷം തുടരും എന്ന് തന്നെയാണ് വരികൾക്കിടയിൽ വായിക്കാൻ കഴിയുന്നത്. മാത്രമല്ല ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റാണ്, താൻ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയാണ് എന്നാണ് ഈ കരാർ വന്നതിന് ശേഷം നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം. അതായത് ട്രംപുമായി സ്വരച്ചേർച്ചയിലല്ല കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത് എന്നത് വ്യക്തമാകുന്നു. മാത്രമല്ല ഇസ്രായേലിൽ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ ജനങ്ങളെ അഭിമുഖീകരിക്കണമെങ്കിൽ തീർച്ചയായും ഇത്തരം ഏറ്റുമുട്ടലുകൾ അനിവാര്യമാണ്. ആ ഒരു രാജ്യ താല്പര്യം പ്രകടിപ്പിക്കണമെങ്കിൽ തീർച്ചയായും നെതന്യാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകേണ്ടി വരും. അതുതന്നെയാണ് ഇവിടെ പ്രധാനമായും നിൽക്കുന്നത്. മറ്റൊന്ന് ഈ ആണവ നിർവ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ഇറാൻ അതിന് തയ്യാറാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ അങ്ങനെ സമ്പുഷ്ടീകരിച്ച യുറേനിയം മാറ്റാൻ ഇറാൻ തയ്യാറാകും എന്നതിൽ ഒരു സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല. അത് ഏറ്റെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അമേരിക്ക വെച്ച് പുലർത്തുന്നത്. അതോടൊപ്പം തന്നെ ഹോർമൂസിൽ ചുങ്കം പിരിക്കാനുള്ള തീരുമാനം, ചുങ്കം പിരിവ് അനുവദിക്കില്ല എന്ന കാര്യം അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ സർവീസ് ചാർജ് എന്ന നിലയിൽ അവിടെ നിന്ന് പണം ഈടാക്കാനാണ് ഇപ്പോൾ ഇറാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് കപ്പലുകൾക്ക് വലിയ തോതിൽ പണം നൽകേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഇത് സൂയസ് കനാൽ ഉൾപ്പെടെ മറ്റിടങ്ങളിലേക്ക് കൂടി വ്യാപിക്കുമോ എന്ന ആശങ്കയുണ്ട്. അങ്ങനെയെങ്കിൽ കപ്പൽ ഗതാഗതം വലിയ ചിലവേറിയ ഒന്നായി മാറുന്ന സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും തയ്യാറാകുമ്പോൾ ചില ധാരണകളിൽ ചില തർക്കങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ പ്രശ്നങ്ങളെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്താം എന്ന ഒരു നിലയിൽ കാര്യങ്ങൾ പോകുമ്പോൾ ഇസ്രായേൽ ഇടയുന്നു എന്നതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ടത്. ഹരി, അങ്ങനൊരു സമാധാന കരാറിലൊക്കെ നീങ്ങുന്നൊരു പശ്ചാത്തലത്തിൽ വെള്ളിയാഴ്ചയാണ് ഔദ്യോഗികമായി ഒപ്പിടുന്നത്. ആ സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത്. വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്. G7 ഉച്ചകോടിക്കിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നാളെ ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാര കരാർ മുതൽ പശ്ചിമേഷ്യൻ യുദ്ധം വരെ ചർച്ചയാകും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇതാദ്യമായാണ് ഇരു രാഷ്ട്ര നേതാക്കളും മുഖാമുഖം കാണുന്നത്. ഈ US മിസൈൽ ആക്രമണത്തിലൊക്കെ ഇന്ത്യൻ നാവികർ 3 പേർ കൊല്ലപ്പെട്ട സാഹചര്യമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലും കൂടിയാണ് ഇരു നേതാക്കളും തമ്മിൽ കാണുന്നത് എന്നതും കൂടി ഒന്ന് പറയുന്നു. 2027 ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. സെൻസസിന്റെ പോർട്ടലിൽ ഇന്ന് മുതൽ 15 ദിവസം കുടുംബമായി ബന്ധപ്പെട്ട വിവരങ്ങൾ രേഖപ്പെടുത്താം. വീടുകളിലെത്തിയുള്ള കണക്കെടുപ്പ് ജൂലൈ 1 മുതൽ 30 വരെയാണ്. എവിടെയാണോ താമസിക്കുന്നത് അവിടുത്തെ വിവരങ്ങളാണ് ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ഭാഗമായി കൈമാറേണ്ടത്. ഈ മാസം 30 വരെ se.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ രേഖപ്പെടുത്താം. 2 ഘട്ടങ്ങളിലായാണ് സെൻസസ് നടപടികൾ പൂർത്തിയാക്കുക. ജനങ്ങൾ സ്വയം രേഖപ്പെടുത്തിയ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ പരിശോധിച്ച ശേഷമാകും അന്തിമമാക്കുക. പ്രവാസി മലയാളികൾക്ക് സെൻസസ് ബാധകമാകില്ലെന്ന് ചീഫ് പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ മിത്ര ടി IAS വ്യക്തമാക്കി. പക്ഷേ ഭീതിയുണ്ടാക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിതർ കൂടുന്നു. 5 ഷിഗല്ല മരണങ്ങൾ സ്ഥിരീകരിച്ചതോടെ കനത്ത ജാഗ്രതയിലാണ് ആരോഗ്യവകുപ്പ്. തിരുവനന്തപുരത്ത് രോഗം സ്ഥിരീകരിച്ച മേഖലയിൽ ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും പരിശോധനകൾ തുടരുന്നുണ്ട്. സംസ്ഥാനത്ത് ഇതുവരെ 147 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത്തരം രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്താകെ സ്റ്റോപ്പ് ഡയേറിയ ക്യാമ്പയിൻ ജൂൺ ആദ്യവാരം മുതൽ നടത്തി വരുന്നുമുണ്ട്. സാരംഗുണ്ട് വിശദാംശങ്ങളുമായി. സാരംഗ്, ഷിഗല്ലയിൽ ആദ്യം ഈ രോഗം പിടിപെട്ടവർക്കൊക്കെ വലിയൊരു അസുഖത്തിലേക്ക് ഉണ്ടാകുമ്പോൾ പോലും അവർക്ക് പിന്നീട് അങ്ങനെ വലിയ രോഗലക്ഷണങ്ങളൊന്നും കാണുന്ന സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ പിന്നീട് ഇപ്പോൾ മരണം കൂടുന്ന സാഹചര്യവും നിൽക്കുന്നു. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇപ്പോഴും ഉണ്ടോ? ഹരി, ഇപ്പോഴും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെങ്കിൽ പോലും വളരെ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കൃത്യമായ ചികിത്സ എടുക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം കുട്ടികളിലടക്കം ഈ അസുഖം വരുമ്പോൾ സാധാരണ പനിയായി മാത്രം കാണുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരു ഷിഗല്ല സാന്നിധ്യം കേരളത്തിലുടനീളം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ കൃത്യമായ ചികിത്സ എടുക്കുക, അതിനു പകരം സ്വയം ചികിത്സക്ക് മുതിരാതിരിക്കുക എന്ന് തന്നെയാണ് ഇപ്പോഴും ആരോഗ്യ വിഭാഗം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന നിർദ്ദേശം. ഇതിനാൽ 5 മരണങ്ങൾ ഇപ്പോൾ തന്നെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു. മറ്റ് പനികളും അതായത് വെസ്റ്റ് നൈൽ അടക്കമുള്ള പല വകഭേദങ്ങളും ഇപ്പോഴും കേരളത്തിൽ പടരുന്നുണ്ട്. നമുക്കറിയാം ഈ ഒരാഴ്ച മഴ മാറി നിൽക്കുന്നുണ്ട്. അതൊരു ഈ ഒരു സാംക്രമിക രോഗങ്ങളുടെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ആശ്വാസം നൽകുന്നുണ്ട് എങ്കിൽ പോലും വരുന്ന ദിവസങ്ങളിൽ ഈ മഴ വീണ്ടും പടരുമ്പോൾ അത് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വീണ്ടും പടർന്നു പിടിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം ഇപ്പോൾ ഹരി സൂചിപ്പിച്ച പോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും പല വിധത്തിലുള്ള പദ്ധതികളും അല്ലെങ്കിൽ ഇത് പ്രതിരോധിക്കാനുള്ള പല രീതികളും ഇപ്പോൾ അവലംബിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ. പനി
ക്ലിനിക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതായത് ചെറിയ ലക്ഷണങ്ങൾ ഉള്ളപ്പോൾ പോലും വന്ന് കൃത്യമായ ഈ ഒരു ചികിത്സ എടുക്കുക അല്ലെങ്കിൽ അതിന് ഡോക്ടറെ കാണുക എന്നൊരു രീതി പൊതുജനങ്ങളെല്ലാം പിന്തുടരാൻ വേണ്ടി ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ആരോഗ്യവകുപ്പും പ്രധാനമായി ചെയ്യുന്നത് ഈ കുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേഷൻ ചെയ്യുക, ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് അതായത് തട്ടുകടകളിലടക്കം കൃത്യമായ റെയ്ഡുകളും മറ്റ് ഹോട്ടലുകൾ ബേക്കറികൾ അടക്കമുള്ള അതായത് ശുചിത്വം കുറഞ്ഞു നിൽക്കാൻ സാധ്യതയുള്ള പല സ്ഥലങ്ങളിലും റെയ്ഡുകളിലും പരിശോധനകളും മറ്റും നടത്തുക. അങ്ങനെ പല സ്ഥലങ്ങളിലും ഈ ഒരു വൃത്തി കുറഞ്ഞ സ്ഥലങ്ങളിൽ മറ്റേ നോട്ടീസുകളും മറ്റും നൽകിയിട്ടുമുണ്ട്. നമുക്കറിയാം കാട്ടാക്കട ഇത്തരത്തിലുള്ള ഷിഗല്ല സാന്നിധ്യം ഇതിനു മുൻപ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ആ ഹോട്ടലടക്കം ആ ബേക്കറി അടക്കം അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പ്രതിരോധ പ്രവർത്തനങ്ങൾ കൃത്യമായി മുന്നോട്ട് പോകുമ്പോഴും ഈ ഒരു രോഗം വളരെ ചെറിയ രീതിയിലാണെങ്കിൽ പോലും പടർന്നു പിടിക്കുന്നുണ്ട് എന്ന കാര്യം ഒരു യാഥാർത്ഥ്യമായി തുടരുന്നുമുണ്ട്. അതിനൊപ്പം തന്നെ 5 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് മരിച്ചത് ഒരു 7 വയസ്സുകാരനാണ്. ഈ ഒരു 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഇത് രോഗം വളരെ ഗുരുതരമായ രീതിയിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കാര്യത്തിൽ യാതൊരുവിധ ഒരു മടി കാണിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു പനി വരുമ്പോൾ സ്വയം ചികിത്സയ്ക്ക് മുതിരാതിരിക്കുകയോ വേണമെന്ന കാര്യം ഇപ്പോഴും ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ചികിത്സയിൽ തുടരുന്ന അതായത് തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ നിലവിൽ ചികിത്സയിൽ തുടരുന്ന എല്ലാവരുടെയും ആരോഗ്യസ്ഥിതി തൃപ്തികരം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരെല്ലാവരും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. മറ്റ് അതായത് പരിശോധനകൾ ഇവരുമായി സമ്പർക്കമുള്ളവരും ആ മേഖലകളിലും ഇപ്പോഴും ടെസ്റ്റുകളും മറ്റും അതായത് ഷിഗല്ല സാന്നിധ്യം ഉണ്ടോ എന്ന കാര്യത്തിലടക്കം കൂടുതൽ പരിശോധനകൾ നടത്തിവരികയാണ്. ഹരി, വ്യക്തമാണ്. അതാണ് നിലവിലത്തെ സാഹചര്യം. ആരോഗ്യവകുപ്പ് ശക്തമായ രീതിയിലുള്ള മുന്നോട്ട് പോക്കാണ് നടത്തുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇപ്പോഴും ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. സാരംഗാണ് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള നിപ രോഗിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ICMR മാനദണ്ഡപ്രകാരം 2ാം ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി രോഗിക്ക് നൽകി. രോഗബാധിതന്റെ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ള ആരോഗ്യ പ്രവർത്തകയുടെ 2ാം പരിശോധനാ ഫലവും നെഗറ്റീവാണ്. അതിനിടെ കോഴിക്കോട് അതിഥി തൊഴിലാളിക്ക് മലേറിയ സ്ഥിരീകരിച്ചു. MS അനീഷ് കുമാറുണ്ട് വിശദാംശങ്ങളുമായി. അനീഷ്, മലേറിയ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോഴും നിപ രോഗബാധിതൻ ഇങ്ങനെ വെന്റിലേറ്ററിൽ തുടരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. കുറച്ചധികം നാളുകളായി അദ്ദേഹം വെന്റിലേറ്ററിൽ തന്നെ തുടരുന്നു. ആരോഗ്യസ്ഥിതിയെ പറ്റി എന്തെങ്കിലും വിശദാംശങ്ങൾ, അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ആരോഗ്യ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്? ഹരി, 3 രോഗങ്ങളാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഭീതി പരത്തി പടർന്നു പിടിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിപ്പ തന്നെയാണ്. നിപ്പ രോഗബാധിതനായ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന 43-കാരൻ്റെ അവസ്ഥ ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്നു. വെന്റിലേറ്റർ സഹായത്തോടുകൂടിയാണ് അദ്ദേഹം ഇപ്പോഴും ജീവൻ നിലനിർത്തുന്നത്. അദ്ദേഹത്തിന് വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്ത അടക്കമുള്ള മോണോക്ലോണൽ ആൻറ്റിബോഡികൾ നൽകിക്കൊണ്ട് ഇരിക്കുകയാണ്. പക്ഷേ യാതൊരു തരത്തിലുമുള്ള ഒരു ആശാവഹമായ പുരോഗതി ചികിത്സയിൽ കാണുന്നില്ല എന്നാണ് ആശുപത്രിയിൽ നിന്നും അറിയിച്ചിരിക്കുന്നത്. ഇതിൽ അദ്ദേഹവുമായി സമ്പർക്ക പട്ടികയിലുള്ള ആളുകളുടെ നില അല്ലെങ്കിൽ അവർക്ക് ആർക്കും രോഗലക്ഷണങ്ങൾ പ്രകടമാവുന്നില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരം. അദ്ദേഹവുമായി ഏറ്റവും അടുത്തിടപഴകിയ ആരോഗ്യ പ്രവർത്തകരുടെ 2ാമത്തെ ഫലവും നെഗറ്റീവാണെന്ന് ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നു. ഒപ്പം നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന 7 പേരിൽ രോഗിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളായ 2 പേരെ അവർക്ക് രോഗലക്ഷണങ്ങൾ പ്രകടമാവാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ നേരിയ പനിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവ മാറിയ സാഹചര്യത്തിൽ ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നു. ഇവരുടെ പരിശോധനാ ഫലം ആവർത്തിച്ചെടുത്തിട്ടും നെഗറ്റീവ് തന്നെയാണ്. അവർക്ക് രോഗബാധയില്ലെന്ന് ഏതാണ്ടൊരു ഔദ്യോഗിക സ്ഥിരീകരണം എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെ വിട്ടത്. ഇതിനൊപ്പം ഈ രോഗബാധിതനായ ആളുടെ അടുത്ത ബന്ധു കൂടിയായ ഒരാളെ നിരീക്ഷണത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇന്നലെ പ്രവേശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കൃത്യമായ നിരീക്ഷണം നടത്തിയ ശേഷം വീണ്ടും ടെസ്റ്റ് എടുക്കുകയും അല്ലെങ്കിൽ ടെസ്റ്റിൽ ഒരു അനുകൂല സാഹചര്യം ഉണ്ടായാൽ വീട്ടിലേക്ക് മടക്കി അയക്കുകയും ചെയ്യും. ഒപ്പം ഈ അദ്ദേഹവുമായി അടുത്ത സമ്പർക്കം പുലർത്തിയ അതായത് രോഗിയെ ചികിത്സിച്ച മറ്റൊരു ആരോഗ്യ പ്രവർത്തകരുടെ ഒരു സാമ്പിൾ കൂടി അയക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്രയും ദിവസങ്ങൾ കഴിയുമ്പോഴും ഉള്ള ഏക ആശ്വാസം ഈ പുതിയ നിപ കേസുകൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ സമ്പർക്ക പട്ടികയിൽ പുതുതായി ആരെങ്കിലും ചേർക്കപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. ആദ്യഘട്ടത്തിൽ തയ്യാറാക്കിയ 77 പേരുടെ പട്ടിക ഇപ്പോൾ 103 പേരായി മാറിയിട്ടുണ്ട്. അതായത് 103 പേരുടെ സമ്പർക്ക പട്ടികയാണുള്ളത്. ഇതിൽ 4 പേർ വളരെ ഉയർന്ന വിഭാഗത്തിൽ പെടുന്നു. അതായത് ഈ ബാധിക്കാനുള്ള സാധ്യത
ജാഗ്രത ഏറ്റവും കൂടുതൽ കൽപ്പിക്കപ്പെടുന്നവരാണ്. 14 പേർ ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്നവരുമുണ്ട്. 85 പേർ കുറഞ്ഞ സാധ്യതയുള്ള ആളുകളുടെ പട്ടികയിലുമാണ്. എന്തായാലും ഈ കേന്ദ്ര സംഘമടക്കം ഇപ്പോൾ ജില്ലയിൽ എത്തിയിട്ടുണ്ട്. അവർ രോഗബാധിതന് ആദ്യം ചികിത്സയ്ക്കായി പോയ ഫറൂഖ് ആശുപത്രിയിൽ സന്ദർശനം നടത്തിയിരുന്നു. ഒപ്പം ഈ രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ഇടങ്ങളിൽ ആരോഗ്യ പ്രവർത്തകർ ശുചീകരണ പരിപാടികളും മറ്റുമൊക്കെ കൃത്യമായി നടത്തുന്നുണ്ട്. രോഗബാധ ഉണ്ടാവാൻ അല്ലെങ്കിൽ ഉറവിടമായി മാറാൻ സാധ്യതയുള്ള മേഖലകളൊക്കെ ഒഴിവാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഒരു വശത്ത് നിപ്പ ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ മലേറിയ രോഗബാധയും കോഴിക്കോട് നഗരത്തിൽ ഒരാൾക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തിക്കുടയിൽ ആണ് ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മധ്യപ്രദേശിൽ നിന്ന് വന്ന ഒരു അതിഥി തൊഴിലാളിയായ ആൾക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മെയ് അവസാന വാരമാണ് ഇദ്ദേഹം ആശുപത്രിയിൽ ചില രോഗലക്ഷണങ്ങളോടുകൂടി എത്തിയത്. പനിയും കടുത്ത തലവേദന അടക്കമുള്ള ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഇദ്ദേഹത്തിന് മലേറിയ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചത്. എന്തായാലും കേരളത്തിൽ നിന്നല്ല അദ്ദേഹത്തിന് മലേറിയ വ്യാപിച്ചത് അല്ലെങ്കിൽ പകർന്നത് എന്നൊരു നിഗമനത്തിലാണുള്ളത്. രോഗത്തിൻ്റെ ഉറവിടം മധ്യപ്രദേശാണ് എന്ന് ആരോഗ്യ പ്രവർത്തകർ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ തിക്കോടിയിലെ താമസ സ്ഥലത്ത് ചികിത്സയിൽ കഴിയുകയാണ്. ഏതാണ്ട് 2 ആഴ്ച മുമ്പ് സമാനമായ രീതിയിൽ തന്നെ നടക്കാവിലും ഈ രീതിയിൽ ഒരു മലേറിയ കേസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതും പുറത്തു നിന്നും, അതായത് കേരളത്തിന് പുറത്തു നിന്ന് വന്ന അതിഥി തൊഴിലാളിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പിന്നീട് രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ നിൽക്കുന്നു. വളരെ ഗുരുതരമായി തന്നെയാണ് നിപ രോഗബാധിതൻ ഇപ്പോൾ വെന്റിലേറ്ററിൽ തുടരുന്നൊരു സാഹചര്യം നിൽക്കുന്നത്. MS അനീഷ് കുമാറാണ് വിശദാംശങ്ങൾ. മാസപ്പടി കേസിൽ ഇന്നും ഇഡിയുടെ ചോദ്യം ചെയ്യൽ തുടരും. CMR ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഇന്ന് ഹാജരായേക്കും. പിണറായി വിജയന്റെ മകൾ വീണ നാളെയാണ് ഇഡിക്ക് മുന്നിൽ ഹാജരാകേണ്ടത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആജ്ഞ, എന്തൊക്കെ സേവനങ്ങളാണ് കൈപ്പറ്റിയത്? ഇപ്പോഴും നിർണായകമായ ചോദ്യം നിൽക്കുന്നു. വീണ നാളെ ഹാജരാകുമ്പോൾ എത്ര മണിക്കായിരിക്കും ഹാജരാകുക? നമുക്കറിയാം, മുൻപ് ഇതുപോലെ ED സമൻസ് അയച്ചിരുന്നു. അന്ന് വീണ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഹാജരാകാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നതാണ്. നാളെ എപ്പോഴായിരിക്കും ഹാജരാകുക? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഹരി, നാളെ ഹാജരാകണമെന്ന് പറഞ്ഞാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. നാളെ 11 മണിക്ക് ഹാജരാകണമെന്നാണ് ED നോട്ടീസ്. വീണ ഇപ്പോൾ ഹാജരാകുമെന്നുള്ള വിവരം ഇതിൽ വ്യക്തതയില്ല. 11 മണിക്ക് ED ഓഫീസിൽ ഹാജരാകാനാണ് വീണയ്ക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ഈ ശശിധരൻ കാർത്തിയുടെ മകൾ ഷിബിഎസ് കാർത്തിയെ ED ചോദ്യം ചെയ്തിരുന്നു. CMRലുമായി ബന്ധപ്പെട്ട വാഹനങ്ങൾ വാടകയ്ക്കെടുത്തിരുന്ന നിപുണ എന്റർപ്രൈസസ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നായിരുന്നു. ഇതിൻ്റെ MD ആണ് ഷിബിഎസ് കർത്ത. ഇതിൻ്റെ ഡയറക്ടറാണ് ഷിബിഎസ് കർത്ത. 3 ഡയറക്ടർമാരിൽ ഒരാളാണ്. മറ്റൊരാൾ ശരണസ് കർത്തയാണ്. അതായത് ഈ ശശിധരൻ CMRൽ MD ശശിധരൻ കർത്തയുടെ മക്കൾ തന്നെയാണ് അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ പോസ്റ്റുകളിൽ ഉള്ളതും ഡയറക്ടർമാരായി ചുമതല വഹിക്കുന്നതും ഒക്കെ. അതുമായി ബന്ധപ്പെട്ടും ഈ 12 ഇടങ്ങളിൽ കഴിഞ്ഞ ആഴ്ച ഈ റെയ്ഡ് നടന്ന സാഹചര്യത്തിൽ അതിലൊരു സ്ഥാപനം ഈ നിപുണയായിരുന്നു. നിപുണ ഇതിൻ്റെ EDയുടെ പ്രതിപട്ടികയിൽപ്പെടുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണ്. മാത്രമല്ല, ഈ ഹരി സൂചിപ്പിച്ചതുപോലെ CMRലും എക്സാലോജിക് ഇടപാടും തമ്മിലുള്ള പണമിടപാട് എന്താണ് എന്നാണ് EDക്ക് കൂടുതൽ വ്യക്തത വരേണ്ടത്. നേരത്തെ നമുക്കറിയാം, IT സേവനങ്ങൾ നൽകിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് CMRൽ ഈ മാസപ്പടി നൽകിയിരുന്നത് ഈ എക്സാലോജിക്കിന്. അതേസമയം അതിന് IT സേവനങ്ങൾ ഒന്നും നൽകാതെയാണ് ഈ പണം കൈപ്പറ്റിയെന്നുള്ള ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തലിനെ തുടർന്നാണ് ED ഇങ്ങനെയൊരു കേസിലേക്ക് SFIയുടെ അന്വേഷണത്തെ തുടർന്നാണ് ED ഈ കേസ് ഏറ്റെടുക്കുന്നത്. അതേസമയം FIR രജിസ്റ്റർ ചെയ്യാത്ത കേസ് എന്നുള്ള തരത്തിൽ ഹൈക്കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നടക്കി. പക്ഷേ ECIR രജിസ്റ്റർ ചെയ്യണമെങ്കിൽ FIR നിർബന്ധമില്ല. അതിൽ കള്ളപ്പണ ഇടപാടുണ്ട് എന്ന് EDക്ക് വ്യക്തമായാൽ ഇടപെടാമെന്നുള്ള നിലപാടിലേക്ക് ഹൈക്കോടതി എത്തുകയായിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള നിയമ വഴികളൊക്കെ കടന്നു തന്നെയാണ് ഇപ്പോൾ നാളെ വീണയെ ചോദ്യം ചെയ്യാൻ ED സമൻസ് അയച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഹൈക്കോടതി വീണയ്ക്കെതിരായിട്ടുള്ള നടപടിക്രമങ്ങൾ തുടരാമെന്നും നേരത്തെ അറിയിച്ചിരുന്നതാണ്. അത് CMRൽ ഉദ്യോഗസ്ഥരും അത് MDയും അടക്കമാണ് അന്ന് ഈ ഹർജി നൽകിയിരുന്നത്. അവർക്കെതിരെയുള്ള നടപടിക്രമങ്ങൾ മാത്രമേ താൽക്കാലികമായെങ്കിലും ഹൈക്കോടതി തടഞ്ഞുള്ളൂ. പക്ഷേ വീണ വിജയനെതിരെയുള്ള നടപടിക്രമങ്ങൾ തുടരാമെന്നായിരുന്നു. പക്ഷേ ഈ മുഴുവൻ നിയമ കാര്യങ്ങളും നടപടിക്രമങ്ങളും അവസാനിച്ച ശേഷമാണ് ED ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നത്. ഈ റെയ്ഡ് നടന്ന സാഹചര്യത്തിൽ വീണയുടെ
പിടിച്ചെടുത്തിട്ടുള്ള ഡിജിറ്റൽ ഡിവൈസിൽ വീണയുടെ ഫോൺ അടക്കം പിടിച്ചെടുത്തിരുന്നു എന്നാണ് പറയുന്നത്. വീണയുടെ 3 അക്കൗണ്ടാണ് ഇതിനകം ഫ്രീസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നാളെ വീണയെ ചോദ്യം ചെയ്യുമ്പോഴാണ് കൂടുതൽ നാളെ വീണയെ ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരിക്കൽ ED സമൻസ് അയച്ചിരുന്നതാണ്. വീണ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറ്റിയിരുന്നു. നാളെയും എത്തുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. നാളെ 11 മണിക്ക് ഹാജരാകാനാണ് EDയുടെ സമൻസ്. വീണ എത്തുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മലയിടം തുരുത്ത് പാരിയത്തകാവ് ഭൂമി തർക്കത്തിന് പരിഹാരമായി ഇരു വിഭാഗങ്ങളും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ, VP സജീന്ദ്രൻ MLA, ജില്ലാ കളക്ടർ G പ്രിയങ്ക എന്നിവരുടെ സാന്നിധ്യത്തിൽ സമ്മതപത്രത്തിൽ ഒപ്പുവെച്ചു. ഹൈക്കോടതി നിശ്ചയിച്ച സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് ഇന്നലെ രാത്രി കരാറിൽ ഒപ്പുവെച്ചത്. ആജ്ഞ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആജ്ഞ, ഏകദേശം 60 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന തർക്കഭൂമിയാണ്. അതാണ് കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ചത്. ഒരുപാട് ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പല ചർച്ചകളും പരാജയമായി മാറി. ഒടുവിൽ ഇന്നലെ രാത്രി കരാറിൽ ഒപ്പുവെക്കുന്ന സാഹചര്യമുണ്ടായി. എങ്ങനെയൊക്കെ രീതിയിലാണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഈ കരാറിൽ വെച്ചിരിക്കുന്ന നിബന്ധനകൾ, കാര്യങ്ങൾ ഇന്ന് ഹൈക്കോടതിയിൽ അത് ഹാജരാക്കുകയും ചെയ്യുമല്ലോ? ഹരീഷിന് ഇതുമായി ബന്ധപ്പെട്ട് 8 കുടുംബങ്ങളായിരുന്നു ഈ ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട്. അതിൽ ഒരു കുടുംബം അവിടെ നിന്നും താമസം മാറിപ്പോകുന്ന സാഹചര്യമുണ്ട്. പക്ഷെ ബാക്കിയുള്ള 7 കുടുംബങ്ങൾക്കായിരുന്നു ഈ പറയുന്നത് പോലെ 2.65 ഏക്കറിലെ ഭൂമി അത് തങ്ങളുടേതാണ് എന്നുള്ള അവകാശവാദവുമായി ശങ്കരനായരും കുടുംബവും എത്തുന്നതും അതേ തുടർന്നുണ്ടായ കോടതി വിധിയുമാണ്. സുപ്രീം കോടതിയുടെ ഉൾപ്പെടെയുള്ള വിധി മുന്നിൽ നിൽക്കുമ്പോഴാണ് ഈ പാരിയത്തകാവിലെ ഉന്നതിയിലെ ആളുകളെ ഇറക്കി വിടുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തിയത്. അതിന് പരിഹാരമാവുകയാണ്. അവർക്ക് 5 സെന്റ് ഭൂമി വീടിനോട് ചേർന്ന് തന്നെ നൽകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയത്. വീട് സർക്കാർ വെച്ചു കൊടുക്കും. 1 വർഷത്തിനകം വീട് പണി പൂർത്തിയാക്കാനുള്ള നീക്കത്തിലാണ്. 1000 സ്ക്വയർ ഫീറ്റ് വരുന്ന വലിപ്പം വിസ്തൃതി വരുന്ന വീടുകളാണ് വെച്ചു കൊടുക്കുക. എന്നാലും 1 വർഷത്തിനുള്ളിൽ അതിൻ്റെ വീട് പണികൾ പൂർത്തിയാക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രി റോജി എം ജോൺ അറിയിച്ചത്. അങ്ങനെയാണ് ഇതായിരുന്നു ഇവർക്ക് മുന്നിലേക്ക് വെച്ചിരുന്ന കരാർ, ഉടമ്പടി അതായിരുന്നു. അത് അവർ അംഗീകരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരം മന്ത്രി റോജി എം ജോൺ, അതുപോലെ MLA VP സജീന്ദ്രൻ, ജില്ലാ കളക്ടർ പ്രിയങ്ക തുടങ്ങിയ ആളുകളുടെ സാന്നിധ്യത്തിലാണ് ഈ കരാർ ഒപ്പിട്ടത്. അത് കുടുംബക്കാരും അതുപോലെ സ്ഥല ഉടമയുടെ മക്കളും അവരും ചേർന്നിട്ടാണ് ഇതിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. എന്തായാലും ഹരി സൂചിപ്പിച്ചതുപോലെ 6 പതിറ്റാണ്ട് നീണ്ട കേസിൻ്റെ തർക്കമാണ്. അതാണ് ഇന്ന് ഇന്ന് കഴിഞ്ഞ ദിവസം പൂർത്തിയായത്. മാത്രമല്ല ഇന്നായിരുന്നു ഹൈക്കോടതി ഇതിന് നൽകിയത്, പ്രശ്ന പരിഹാരത്തിന് നൽകിയിരിക്കുന്ന അവസാന ദിവസം ഇന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് അഡ്വക്കേറ്റ് ജനറൽ ഇന്ന് ഹൈക്കോടതി കൈമാറും. വ്യക്തമാണ്. അങ്ങനെ ഒരു 6 പതിറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന തർക്കഭൂമിക്ക് ഒരു പരിഹാരമുണ്ടാകുന്നു, കരാറിൽ ഒപ്പുവെക്കുന്ന സാഹചര്യം. അജ്ഞാന വിശദാംശങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനത്ത് പ്രിയദർശിനി പദ്ധതിക്ക് തുടക്കമായത്. KSRTC ഓർഡിനറി ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര തുടങ്ങിയത് എത്രത്തോളം പ്രയോജനം ചെയ്യുന്നുവെന്ന് നോക്കാം. യാത്രക്കാരുടെ പ്രതികരണം അറിയാൻ സാരംഗ് തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്ത് നിന്ന് ചേരുന്നുണ്ട്. സാരംഗ്, കഴിഞ്ഞ ദിവസം തന്നെ 2 തരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നിരുന്നു. ഒരുപക്ഷെ ഒരു ഭൂരിപക്ഷം പേരും ഈ പ്രിയദർശിനി എന്ന് പറയുന്ന പദ്ധതിയെ അനുകൂലിച്ചുകൊണ്ട് പറയുന്നു. ചിലർ പറയുന്നു സ്ത്രീകൾക്ക് മാത്രമായി വേണ്ട, പൈസ ഉണ്ടാക്കുന്ന സ്ത്രീകൾ അവർ പൈസ അടച്ചുകൊണ്ട് തന്നെ യാത്ര ചെയ്തുകൊണ്ട് സർക്കാരിനെ സഹായിക്കണം തുടങ്ങി നിരവധി അഭിപ്രായങ്ങളുണ്ട്. എന്താണ് അവിടെ നിന്നുള്ള റെസ്പോൺസ്? തീർച്ചയായും ഹരി, കാരണം വളരെ കാത്തിരിപ്പിനൊടുവിലായിരുന്നു പ്രിയദർശിനി പദ്ധതി സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. കഴിഞ്ഞ ദിവസമാണ് അതിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് തന്നെ നടന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രിയദർശിനി ബസ്സുകൾ വരുമ്പോൾ ആ ബസ്സുകൾ നിറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സ്ത്രീ യാത്രക്കാർ യാത്ര ചെയ്ത് ഇവിടെ കഴക്കൂട്ടത്തേക്ക് വരുന്നതെന്ന്, അല്ലെങ്കിൽ ഇവിടെ നിന്നും പോകുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല ചില ബസ്സുകളിൽ സിറ്റി ഫാസ്റ്റ് എന്ന രീതിയിൽ ബോർഡുകൾ ഒട്ടിച്ചത് ചെറിയ രീതിയിലെങ്കിലും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട്. അത് അതായത് ഈ ഒരു സ്റ്റിക്കറുകൾ സാധാരണ രീതിയിൽ KSRTC ബസ്സുകളിൽ ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം, ഈ ഒരു ബസ്സിന്റെ കാര്യം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോവളം ബീച്ച് വഴി പോകുന്ന ബസ്സാണ്. അതിൽ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വലിയ രീതിയിൽ സ്ത്രീ സാന്നിധ്യം ഇപ്പോൾ ബസ്സുകളിലുണ്ട്. നമുക്ക് പ്രതികരണം തന്നെ നോക്കാം. ചേച്ചി, എങ്ങനെയുണ്ട് പ്രിയദർശിനി പദ്ധതി? കുഴപ്പമില്ല, ഇന്ന് തുടങ്ങിയേ ഉള്ളു. ഇന്നലെ കയറാൻ പറ്റിയില്ല? ഇന്നലെ കയറിയില്ല. ഇങ്ങോട്ടേക്ക് വന്നത് ബസ്സിലാണ്? ഞാൻ ബസ്സിനാണ്. ഫ്രീ ആയിട്ടാണോ? എങ്ങനെയുണ്ട് പദ്ധതിനെ പറ്റി എന്താ അഭിപ്രായം? അല്ല, വേറെ കുഴപ്പമൊന്നുമില്ല, നല്ലതായിട്ട് തന്നെ വന്നത്. ആള് കൂടുതലാണ്, ചെലവ് ചുരുങ്ങി കിട്ടും. ചെലവ് ചുരുങ്ങി കിട്ടും. അത്തരത്തിലാണ് ഒരു 100 രൂപയെങ്കിലും യാത്ര ചെയ്യാൻ ചെലവാക്കുന്ന ആൾക്കാരാണ് തിരുവനന്തപുരത്ത് അധികം പേരുള്ളത്. അപ്പോൾ ആ ഒരു ചിലവ് കുറവ് നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ, ഈ ഒരു ബസ്സും പ്രിയദർശിനി സൗജന്യ യാത്ര നൽകുന്ന ബസ്സാണ്. സ്ത്രീകളുടെ
തിരക്ക് നമുക്ക് ഈ ദൃശ്യങ്ങൾ ഹരി നമുക്ക് വളരെ വ്യക്തമായി കാണാം. കാരണം തിരക്കുള്ള ബസ് തന്നെയാണ് ഈ ഒരു മേഖല, ഈ ഒരു റൂട്ട് തന്നെ എപ്പോഴും ഈ ഒരു രീതിയിൽ തന്നെയാണ്. പക്ഷേ ആ രീതിയിലുള്ള, അതായത് ഈ ഒരു സൗജന്യ യാത്ര വന്നതോടുകൂടിയുള്ള പ്രതികരണങ്ങൾ കൂടി നമുക്ക് ഒന്ന് നോക്കാം. നമുക്കറിയാം ഇത് വലിയ തിരക്ക് പിടിച്ച സമയമാണ്. കാരണം വലിയ രീതിയിൽ ഓഫീസുകളിലേക്കും മറ്റും എത്താനുള്ള ഓട്ടപ്പാച്ചിലാണ് പലരും. നമുക്ക് പ്രതികരണങ്ങൾ തന്നെ കുഴപ്പമില്ല, നന്നായിരിക്കും. ബസ്സിലാണോ വന്നത്? ഈ ബസ്സിലാണ് വന്നത്, ആറ്റിങ്ങന്ന് ഈ ബസ്സിലാണ് വന്നത്. ആദ്യമായിട്ടാണ് ഇന്നലെ കയറിയായിരുന്നു? ഇന്നലെ കഴക്കൂട്ടത്ത് നിന്ന് കയറിയായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. ഈ കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ എത്തിയത്. സാറ് കൊള്ളാതായാല് അല്ല, ഇപ്പൊ ചെലവ് നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടും ജോലിക്ക് വരും. അതെ 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 അതെ. ബസ് ചാർജ് നമുക്ക് കുറവാണ്, എന്നാലും നമുക്ക് ആ പൈസ മിച്ചാവുമല്ലോ. ഒരു പാലെങ്കിലും വാങ്ങിക്കാമല്ലോ. നല്ല വലിയ വില. വലിയ അങ്ങനെയാണ് നമ്മൾ ഈ സ്ത്രീകളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കിട്ടുന്ന ലാഭം അവർ കൃത്യമായ രീതിയിൽ പ്രയോജനപ്പെടുത്തും, അല്ലെങ്കിൽ അത് കുടുംബ ബഡ്ജറ്റിലടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനുള്ളത്. എങ്ങനെയുണ്ട്? സൗജന്യ യാത്രയിലാണോ? അല്ല, ടിക്കറ്റ് തന്നെയാണ്. ബസ് കിട്ടാത്തതാണോ അല്ലെങ്കിൽ ഇതിൽ കയറിയാണോ? അല്ല, നമുക്ക് അതുവഴി ഇല്ലല്ലേ, പ്രിയദർശിനി ബസ് ഇല്ലല്ലേ. അപ്പൊ സിറ്റി പാസിൽ കയറി പോയാലേ കിട്ടുള്ളൂ. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സിറ്റി ഫാസ്റ്റുകളിൽ സൗജന്യ യാത്ര അല്ല, അത് നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. ആ സിറ്റി ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരത്തെ നഗരമേഖലകളിൽ നിറയെ സിറ്റി ഫാസ്റ്റ് ബസ്സുകൾ പലതും ഉണ്ടായിരുന്നു. കാരണം പ്രിയദർശിനി ബസ്സുകൾ വളരെ കുറവും സിറ്റി ഫാസ്റ്റ് ബസ്സുകൾ വളരെ കൂടുതലുമായിരുന്നു. അത് ഒരു ആശയക്കുഴപ്പം സ്ത്രീ യാത്രക്കാർക്കിടയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബസ്സുകളിൽ സൗജന്യ യാത്രയുണ്ട്, ഒരു വ്യക്തത കുറവുള്ളത് കൊണ്ട് ഒട്ടിച്ചതാണോ അല്ലെങ്കിൽ ഈ ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റിലേക്ക് മാറ്റിയതാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ട്. എന്തുതന്നെയായാലും ഈ ഒരു പദ്ധതിയുടെ ഗുണം ജനങ്ങളിലേക്ക് എത്തി തുടങ്ങി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്ത്രീ യാത്രക്കാരെല്ലാം ഒരു തിരക്കിന്റെ കാര്യം ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സാരംഗ് ഇവിടെ നിന്ന് കൂടുതൽ റെസ്പോൺസുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് മറ്റു വാർത്തകളിലേക്കും കൂടി പോകണം. പ്രത്യേകിച്ച് ഒരു സ്ത്രീ ഒരു വനിതയോട് ചോദിച്ചിരുന്നു സാരംഗ്, അപ്പോൾ അവർ പറഞ്ഞത് ഒരു പാലെങ്കിലും വാങ്ങാമല്ലോ എന്നുള്ളതാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുമാണ് ആ പൈസ ലാഭിച്ച് കിട്ടിയാലുള്ള പ്ലാനുകൾ. അത് കുടുംബ ബഡ്ജറ്റിലേക്ക് നീങ്ങും, ചിലർ സേവിങ്സ് ആക്കി മാറ്റും. അങ്ങനെ പല രീതിയിലും പ്രിയദർശിനി മുന്നോട്ട് പോകുന്നു. അത് കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കൂടിയായപ്പോഴേക്കും രാവിലെ മുതൽ തന്നെ തിരക്കുകൾ പ്രേക്ഷകർക്ക് കാണുന്നത് പോലെ കാണാം. മറ്റു വാർത്തയിലേക്ക്. ഭരണ പ്രതിസന്ധി നേരിടുന്ന പാലാ നഗരസഭയിൽ ഇതുവരെ വിജയം കാണാതെ രാഷ്ട്രീയ നീക്കങ്ങൾ. നഗരസഭയിലെ തർക്കത്തിൽ സമവായമായെന്ന് DCC അധ്യക്ഷൻ പറയുന്നു. എന്നാൽ സ്വതന്ത്ര കൂട്ടായ്മ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടുമില്ല. ശ്രീത്തുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീത്ത്, ഈ നിർദ്ദേശങ്ങൾ സ്വതന്ത്ര മുന്നണി അംഗീകരിച്ചോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണോ? അതോ പാലാ നഗരസഭയിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നത് അവിടെ? ഹരി, സ്വതന്ത്ര മുന്നണി നിലപാട് അംഗീകരിച്ചാണ്. അത് ഇന്നലെ തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. ഈ അംഗീകരിക്കാതെ ഇപ്പോഴും പരിപൂർണമായും അംഗീകരിക്കാതെ 3 കോൺഗ്രസ് കൗൺസിലർമാർ ഉണ്ട് എന്നുള്ളതാണ് വിവരം. കോൺഗ്രസിന്റെ DCC വൈസ് പ്രസിഡന്റാണ് ഇക്കാര്യത്തിൽ ഏതാണ്ട് സമവായമായി എന്ന് ബിജു പുന്നദാനമാണ് ഇന്നലെ മാധ്യമങ്ങളോട് അറിയിച്ചത്. 6 കൗൺസിലർമാരായിരുന്നു ഇടഞ്ഞു നിന്നത്. പക്ഷെ അതിൽ 3 പേർ പാർട്ടി നിലപാടിനൊപ്പം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 പേരെ ഇനിയും അനുനയിപ്പിക്കാനുണ്ട്. ബിജു മാത്യൂസ്, ടോണി തൈപ്പറമ്പിൽ, ഒപ്പം തന്നെ ലിസിക്കുട്ടി എന്നിവരാണ് ഇപ്പോഴും മാറി നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നതനുസരിച്ച് ഇവർ പാർട്ടി അംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഒരു കടുത്ത നിലപാടിലേക്ക് പോകില്ല. ഈ പ്രശ്നം അങ്ങനെ പരിഹരിക്കപ്പെട്ട് തന്നെ പോകും. നിലവിൽ എന്തായാലും മറ്റ് ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ഈ അവിശ്വാസമൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ പെട്ടെന്ന് തിടുക്കപ്പെട്ടൊരു സമവായ നീക്കങ്ങളുടെ ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരും പാർട്ടിയുടെ നിലപാടിനൊപ്പം പോകും. ഇല്ലെങ്കിൽ കടുത്ത നിലപാടുണ്ടാകും എന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിൽ ബിജു പുളികകണ്ഠമായിരുന്നു ജൂലൈ മുതൽ പുതിയ വൈസ് ചെയർമാൻ ആകേണ്ടിയിരുന്നത്. ബിനു പുളികകണ്ഠം അത് മാറി ഈ കോൺഗ്രസിന് തന്നെ വൈസ് ചെയർമാൻ പദവി ഇപ്പോൾ നൽകാം, അവസാന ഘട്ടത്തിൽ മതി ഞങ്ങൾക്ക് വൈസ് ചെയർമാൻ പദവി എന്ന നിലപാടിലേക്ക് സ്വതന്ത്ര മുന്നണി എത്തുകയായിരുന്നു. ഇതോടുകൂടിയാണ് ഈ തർക്കത്തിന് ഏതാണ്ട് ഒരു പരിഹാരം എന്ന നിലയിലേക്ക് കോൺഗ്രസ് നിലപാട് വിശദീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇടഞ്ഞു നിൽക്കുന്ന 3 കൗൺസിലർമാരെ കൂടി എങ്ങനെ അനുനയിപ്പിക്കും എന്ന നിലയിലുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. ഹരി, വ്യക്തമാണ്. ശ്രീതാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പൊതുഗതാഗതത്തിന് ഭീഷണി ഉയർത്തി അനധികൃത വാഹന പാർക്കിംഗ്. കഴക്കൂട്ടം ജംഗ്ഷൻ സമീപവും ഫ്ലൈ ഓവർ താഴെയുമാണ് വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ്. ട്രാഫിക് നിയന്ത്രണങ്ങൾ കർശനമാകാത്തത് ഇവിടെ ബ്ലോക്കുകൾ രൂപപ്പെടാനും കാരണമാകുന്നുണ്ട്. തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗങ്ങളിലൊന്നാണ് കഴക്കൂട്ടം.
4 വരിയുള്ള ഫ്ലൈ ഓവറും താഴെ സർവീസ് റോഡടക്കമുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും മിക്കവാറും മേഖലകളിൽ അനധികൃത പാർക്കിങ്ങുകൾ കൈയടക്കിയതിനു ശേഷം പൊതുജനങ്ങൾക്ക് ഇതുവഴി കൃത്യമായും സുഗമമായും സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കഴക്കൂട്ടം നഗരത്തിലെ പ്രധാന വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തുന്ന വാഹനങ്ങളാണ് കൂടുതലായും റോഡരികിൽ പാർക്ക് ചെയ്യുന്നത്. എന്നാൽ ദിവസങ്ങളോളം ഫ്ലൈ ഓവറിന് താഴെ പാർക്ക് ചെയ്തു പോകുന്ന വാഹനങ്ങളും നിരവധിയാണ്. ഏത് നിമിഷവും അപകടം വിളിച്ചു വരുത്തുന്ന തരത്തിലാണ് ഇവിടുത്തെ വാഹന പാർക്കിംഗ്. മിക്ക ഇടങ്ങളിലും നോ പാർക്കിംഗ് ബോർഡുകളോ ട്രാഫിക് നിയന്ത്രണങ്ങളോ ഇല്ല. ടെക് ഹബ്ബായ കഴക്കൂട്ടം ജംഗ്ഷനിൽ ചായ കുടിക്കാൻ എത്തുന്നവർ അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ പൊതുഗതാഗതത്തിന് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ആവശ്യത്തിലധികം റോഡ് സൗകര്യമുള്ള നഗരമാണ് കഴക്കൂട്ടം. കൃത്യമായ ട്രാഫിക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ പൊതുഗതാഗതം ഇവിടെ വളരെ സുഗമമായി മാറും. അതിന് അധികാരികളും ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളും കൃത്യമായി ഇടപെടൽ നടത്തണം എന്ന് മാത്രം. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക്. തൃശ്ശൂരിലുള്ള ദ്യുതിഹരയുടെ 6ാമത്തെ പിറന്നാളാണെന്ന് ആശംസകൾ അറിയിക്കുന്നത് അച്ഛനും അമ്മയും അമ്മാമ്മയും മാമനും ചേർന്ന്. തൃശ്ശൂർ സ്വദേശിയായ ഷാബുവിന്റെ പിറന്നാളാണ് ഇന്ന്. ഷാബുവിന് ആശംസകൾ അറിയിക്കുന്നത് അമ്മയും സുഹൃത്തുക്കളും ചേർന്ന്. യെസ്, സ്പെഷ്യൽ ഡേ സെഗ്മെന്റോടുകൂടി രാവിലെ പൂർണ്ണമാവുകയാണ്. ഇനി എൽദു എത്തും ഫിഫ വാർത്തകൾ പറയാനായി. നമസ്കാരം.